ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഇങ്ങനെ പറയാത്ത കാരണം ഭയങ്കര ഒരു എന്തോ മാതിരിയൊക്കെ തോന്നുന്നു. നമ്മൾ കുറേ നാളായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വർക്കിന് പോകുന്നു, പിന്നെ 2 ദിവസം ഓഫ് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി ഉണ്ടാവും. ഇപ്പം എന്താ പെട്ടെന്നൊരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമ്മ വിളിച്ചപ്പോൾ അമ്മയുടെ ഫ്രണ്ട്, അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ചു, എന്താണ് ചിക്കു ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത, അവൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആളല്ലോ, ഇപ്പോൾ അവളെക്കുറിച്ചിട്ടൊന്നും അറിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞേ, എൻ്റെ വീഡിയോ കാണാനൊക്കെ ആൾക്കാരുണ്ടല്ലേ എന്നുള്ളൊരു സാധനം കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇടാം, നമ്മളെ കാണണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഇങ്ങനെ ചേച്ചീനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ചേച്ചിയുടെ പിള്ളേരും ഇങ്ങനെ എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ചിറ്റ വീഡിയോ ഇടാട്ടാ എന്നും കൂടി പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, ഇന്ന് ഞാൻ ഓഫാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം റെഡി ആവാം. ഇന്നലെ ഭയങ്കര വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ 2026 ഫിഫ ഞങ്ങൾ അർജൻറ്റീന കപ്പടിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആരോടും ഒരു ഹെയ്റ്റ് ഇല്ല. നമ്മൾ ഹാപ്പിയാണ്, കാരണം അയാൾ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. സോ വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. 2022 ഫിഫയിൽ ഞാൻ നാട്ടിലായിരുന്നു. ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കാലൊടിഞ്ഞു, സ്റ്റീലൊക്കെ ഇട്ടിരിക്കുന്ന സമയം, ഞാൻ വോക്കറൊക്കെ ആയിട്ട് നടക്കുന്ന സമയമായിരുന്നു. അന്ന് ഇതുപോലെ വോക്കറൊക്കെ ആയിട്ടാണ് ഞാൻ പറമ്പിൽ പോയി ഈ കളിയൊക്കെ കണ്ടത്, ഫ്രാൻസായിട്ടുള്ള അർജൻറ്റീന മാച്ച്. അത് ഭയങ്കര രസമായിരുന്നു. അതിന് ശേഷം ഞാൻ ഇപ്പോൾ UK വന്നിട്ട് ഞാൻ ഫസ്റ്റ് കളിയൊന്നും ഞാൻ കണ്ടില്ല, കാരണം ഭയങ്കര ബിസി ലൈഫാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്താനുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ അർജൻറ്റീനയുടെ മാച്ച് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ എനിക്ക് അത് തീരുന്ന വരെ എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുറേ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അർജൻറ്റീന ഫാൻസിന് ടെൻഷൻ ഇല്ലാണ്ട് കാണാൻ പറ്റുന്ന ഗെയിം ആയിരിക്കും എന്നൊക്കെ. ആരാണ് പറഞ്ഞവരിങ്ങനെ വിളിച്ചോണ്ടേ, എൻ്റെ പൊന്നോ, നമ്മളടിച്ചത്ര ടെൻഷനൊന്നും ആരും അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ രസമായിരുന്നു. പക്ഷെ നാട്ടിലെ വൈബ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഫിഫയിലൊക്കെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ഫാൻസ് അല്ലല്ലോ, ഇവർക്ക് ഇംഗ്ലണ്ട് അറിയും. ഇംഗ്ലണ്ട് ഫാൻസ് ആരാണല്ലോ കൂടുതൽ. അപ്പം കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് ഇവിടെ അർജൻറ്റീന ഹേറ്റേഴ്സാണ്. അപ്പോൾ ഇംഗ്ലണ്ടുമായിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൂടുതലായത്. അതിൻ്റെ ഇടയിൽ നമ്മൾ അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് ക്ലാപ്പ് ചെയ്യാനായിട്ട്. എന്തായാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. എനിക്ക് എന്ത് ഇടണ്ടേന്നൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങാം. കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരുങ്ങാനുള്ള ടൈം കിട്ടുന്നുള്ളൂ. സോ നമുക്ക് കിട്ടുന്ന സമയം നല്ല രീതിക്ക് നമ്മളെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. സോ നമുക്ക് പോയിട്ട് റെഡി ആയിട്ട് വരാം. വിനുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, വിനു വർക്കിന് പോയി. വിനുവിന് വർക്ക് 6 ദിവസമുണ്ട്. അപ്പോൾ വിനുവിനെ ഇനി വീഡിയോയിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി മാനാണ്. അതുകൊണ്ട് എന്നെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എനിക്കെന്താണെന്നറിയോ, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു 2 മാസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കുന്നതും. അപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കാണാമല്ലോ. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് കാണാം, എന്നെ ഇഷ്ടമുള്ളവർക്ക് കാണാം, എന്നെ ഇഷ്ടമില്ലാത്തവർക്കും കാണാം. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത്. അത് രസമാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാൻ നിങ്ങൾ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, നെവർ മൈൻഡ്. നമ്മൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സമയം ഉണ്ടാവുള്ളൂ. ഞാൻ പണ്ട് മുതലേ ആ ഒരു സാധനം എൻ്റെ തലയിലോട്ട് കയറ്റിയേക്കണ കാരണം എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അവരെന്ത് പറഞ്ഞാലും ഇവരെന്ത് പറഞ്ഞാലും. പിന്നെ എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പഠിക്കും. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴല്ല, ശരിയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുണ്ടല്ലോ എല്ലാം പഠിക്കും. ആരുടെ ഹെൽപ്പില്ലാണ്ട് വരുമ്പോൾ എല്ലാവരും പഠിക്കും. ഈ പറയുന്നത് നമുക്ക് ആൾക്കാരുണ്ടാകുമ്പോഴാണ് നമ്മളിങ്ങനെ എന്താ പറയുക, ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഒറ്റ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക. എല്ലാ സമയത്തും നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരാളുടെ ഹെൽപ്പ് പ്രതീക്ഷ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. സോ നമ്മൾ തന്നെ നമ്മളുടെ ഇത് കണ്ടെത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ റെഡിയായി. ഇനി അവരെ ചെന്ന് വിളിക്കണം. പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മളിങ്ങനെ വെറുതെ ബോറക്കടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ റെഡിയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ മേടിച്ച് കുടിക്കുക. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. ഞാനിപ്പോൾ എൻ്റെ വാഷ്റൂമിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ലൊരു മിറർ ഉണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ റൂമിൽ വാഷ്റൂമിലും മിററുണ്ട്, റൂമിലും വലിയ മിററുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഒരുങ്ങിയിട്ട് ഇവിടെ എനിക്ക് നല്ല ലൈറ്റുമാണ്. നമ്മളിങ്ങനെ നന്നായിട്ട് കാണാം. നമ്മളെ തന്നെ കാണുക, നമ്മളെ തന്നെ നമ്മൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, സെൽഫ് ലവ്. സോ ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമുക്കൊന്ന് ഈസ്റ്റാമൊക്കെ കറങ്ങി നമുക്കൊന്ന് ചില്ല് ചെയ്തിട്ട് വരാം. ഈസ്റ്റാമിലൊക്കെ പോയിട്ട് ലെറ്റ്സ് ഗോ. To my subscribers എന്നൊന്നും പറയാനില്ല, ആകെ ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഫോൺ അടിക്കുന്നത്. അമ്മ സേ ഹായ്. ഇവിടെ ലൈറ്റ്. ഹായ്, സേ ഹായ്. ഓ, അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു തല. ഞങ്ങൾ ഇന്ന് എന്താ കഴിക്കാൻ പോണേ? ബൂസ്റ്റ് കുൽക്കി. ഇന്നൊരു തുടക്കമാവട്ടെ എൻ്റെ പുതിയ വീഡിയോക്ക്. ഇല്ല, ഒരു പറഞ്ഞിട്ട് എടുക്കലുണ്ടാവില്ല. പെട്ടെന്നൊക്കെ ആയിരിക്കും ക്യാമറ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരാൻ പോണത്. അപ്പൊ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അവിടെ നിന്ന് സൂര്യനാണ് നന്നായി ഭംഗിയുണ്ട്. നിങ്ങളുടെ കാണാൻ നല്ല ഗോൾഡൻ ലൈറ്റ്. എങ്ങനെയുണ്ട് ഹൈഫ ബൂസ്റ്റ്? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. അതെന്താ പറയുക, ഈ ചുറ്റും വീഴുമ്പോ പിടിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള തോട്ടല്ലേ, അതാദ്യം കളയണം. അതൊന്ന് മാറാനാണ് ഇത്രയും ബുദ്ധിമുട്ട്. അല്ല, ഒറ്റയ്ക്ക് എണീക്കാൻ പഠിക്കണം. പക്ഷെ സാധാരണ എല്ലാവരും നാട്ടിൽ പോകുമ്പോണ്ടല്ലോ, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇയാൾക്ക് നാട്ടിൽ പോകണ്ട. ഓ, ചിൽവിച്ചായി കാണുന്നേ. ഞാൻ ഓർഡർ ചെയ്യുന്നത് പാനിപ്പൂരി. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന, 2 പ്രാവശ്യം ട്രൈ ചെയ്ത് പാളിപ്പോയ സാധനം പാനിപ്പൂരി. പ്രാവശ്യത്തെ റെഡിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് അഭിപ്രായം താങ്കളുടെ? ഇവരാണ് എന്നെ കൊണ്ടുവന്നത് ഇവിടെ പാനിപ്പൂരി കഴിക്കാൻ. ഇനി ഈ പാനിപ്പൂരി എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാനിപ്പൂരി കഴിക്കുന്നതല്ല. അല്ല, ഞാൻ 2 പ്രാവശ്യം നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തു. പിന്നെ ഇനി ഇവിടെ നിന്ന് ട്രൈ ചെയ്തു. ഇനി ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്യണം? ഇനി ഞാനത് എൻ്റെ ലിസ്റ്റിൽ നിന്ന് ഞാൻ വിട്ടും ആ സാധനം. കരപ്പൊടി ദോശ. It's only the spicy powder. Can I have the dosa? No. Can I have dosa for takeaway? Okay. And everything else. One pani puri, one sev puri, one ragada samosa chaat, and one karapuri dosa. Any juices, drinks we have a drink. Sorry, can I have watermelon greens? One lassi, buttermilk. നോ താങ്ക് യു. ഇതാണ് ഞങ്ങളുടെ റുക്സാന ചേച്ചി. ഇതൊക്കെ ഇടും. അതാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. റോ വീഡിയോ, നോ എഡിറ്റ്സ്, only bloopers.
എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ഞാൻ ഈ കാണുന്നതൊന്നും അല്ല, അതെ ഇത് fake ആണ്. ഈ ഇരിക്കുന്ന ചേച്ചി അതല്ല, ഇതല്ല ശരിക്കും. ഇത് വീഡിയോ നല്ലല്ല വീഡിയോ. Watermelon, breeze and same food. I'll give pani bottle. Oh, thank you. എനിക്കറിയാം try ആക്കാൻ തരാം ആരെങ്കിലും. അത് ഞാൻ തരാം. ഫസ്റ്റിൽ തന്നെ ഫ്ലോപ്പായി പോകും നമ്മളുടെ പാനിപ്പൂരി. ഞാനിത് 2 പ്രാവശ്യം നാട്ടിൽ നിന്നുണ്ടല്ലോ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാൻ പോവുകയാണ്. പാനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ്. കണ്ടിട്ടൊക്കെ രസമൊക്കെ ഉണ്ടല്ലേ, കണ്ടിട്ടൊക്കെ എനിക്ക് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. പാനി തരുമോ ചേച്ചി? പാനി എന്തിനാ? ഓ പാനിപ്പൂരി വന്നിട്ടുണ്ട്, സേവ് പൂരി. അതിനെന്താ സേവ് പൂരി എന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല. സേവ് ഈ സംഭവത്തിനാണ് സേവ് എന്ന് പറയുന്നത്. ഏത് സാധനത്തിനാ? ഈ മിക്സറിനെ. അതെ മിക്സറല്ല, മിക്സ്ചർ. sorry സോറി, മിക്സ്ചറിനെയാണ് സേവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്താണ് ഇങ്ങനെ പറയുന്നത്, സമൂസ ചാറ്റ്. ഞാനിത് സാധനമൊന്നും ഇത് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അന്നോടുകൂടി ഞാൻ ഈ അപ്പൊ ഇതും എനിക്ക് പാനി ഇന്ന് വരാനാണ്, നാളെ വരൂ. ഈ പാനി വന്നാലും തിന്നാൻ പറ്റും. Fill ചെയ്യാം. which sauce do you want? Tamarind I don't know which mint means chutney? good. രണ്ടും ഒരുമിച്ച് എടി എത്രയൊന്നും ഒഴിക്കണ്ടട്ടാ. അയ്യോ എനിക്കിത് ഇഷ്ടപ്പെടൂല. ഇവള് കൊറേ ഇങ്ങനെ മുക്കിയിട്ടാ കഴിക്കണ്ടത്. ഞാൻ കുറച്ച് വിഷയമുള്ളൂ, ഒറ്റയടിക്ക് വായ വിടാം. ടേക്ക് യുവർ ടൈം, എൻജോയ് ചെയ്യും. ഇഷ്ടമായോ? കൊള്ളാതൊക്കെ. എടി ഇങ്ങനത്തെ ഇതല്ല ഞാൻ അന്ന് കഴിച്ചത്. ഇത് കൊള്ളാം. ഞങ്ങൾ ബാക്കിയോടെ കഴിക്കട്ടെ. അതില് വെള്ളമില്ല, അതെന്ത് ഫുള്ള് പപ്പടം കഴിക്കുന്ന പോലെ ഇങ്ങനെ ഒച്ചന്ന് വരാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചത് ഇതല്ല. ഓ ഇത് കണ്ട കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ അധികം വെള്ളം ഒഴിച്ചില്ല. ഇത് 2 ഒഴിച്ച നീ. അത് കുറച്ച് ഇത് കൂടുതൽ. ഇത് വാവേദന. സേവ്പൂരി അതുണ്ടോ? അങ്ങനെയൊന്നും മഞ്ഞിലല്ല. ഇത് അയ്യോ ഇത് പറ്റുള്ള, എനിക്ക് പറ്റുള്ള. അതിന് സ്ഥലമില്ല. ഇത് അടിപൊളി സാധനം. സമൂസ ചാട്ടല്ലേ ഇത്? ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ വീട്ടിലെത്തിയാന്ന് പെട്ടെന്ന് വീടിൻ്റെ ഇത് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്നുമില്ല. പക്ഷെ ഒന്നുമില്ല. ഇത് കുറച്ച് സോഡി അതാണ് പ്രശ്നം. ഏയ് എന്തായാലും അത് വെള്ളം ഒഴിച്ച് ഇതാവും. പിന്നെ എന്ത് ചെയ്യുന്നതാണ്? ഓൾ സക്സസ്. നൈസ്. ഇത് ടാങ്ക് സോസ്. അയ്യോ അത് ഭയങ്കര കൂടുതലായി പോയിട്ടുണ്ടല്ലേ. അത് നല്ല കൂടുതലായി പോയിട്ടുണ്ട്. അത് ഒരു ആവശ്യമില്ല. അതിന് ഒഴിച്ചു കളയാൻ പറ്റുമോ? ഇല്ല, തിരിച്ചിട്ട് സ്പീച്ച്ലെസ് ഒക്കെ ഭയങ്കര പുളി. കട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര എല്ലാം പാലോ പാടം നാട്ടിലെന്താ പാടം ഇല്ലാത്ത ഇവിടത്തെ പാടം. ഇവിടെ എന്ത് പാടം ചെയ്തിട്ടാണ് പാടോ ഇത്? 8 മണിക്കാണ് സൺസെറ്റ്. 8:30 രാത്രി 9 മണിക്ക് 9 മണിയായാ സൺസെറ്റ്. അപ്പൊ ഞാനേ എന്റെ ഫോണിന്റെ ചാർജ് തീരാറായി. ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇയാള് നാട്ടിൽ പോകാൻ പോണു. അയാളോട് ബൈ. നമ്മളെന്താ പറയുന്നത്? നമ്മള് വീട്ടിൽ പോകാൻ പോവാ. നമ്മൾ ഇറങ്ങാൻ പോവാ.
ഞാൻ ഉറങ്ങുന്നില്ല, വിനു വരുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണം. എനിക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്. സോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.